ഈ കാണുന്ന പോലെയെല്ലാം നമ്മുടെ വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടേബിൾ വന്നിട്ട് ഈ പ്ലൈവുഡിന് ഫസ്റ്റ് കോട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ പ്ലൈവുഡ് നമ്മൾ സെക്കൻഡ് കോട്ട് പോളിഷ് വർക്ക് ഉണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ഫില്ലിംഗ് വർക്ക് ചെയ്തത് ഈ ടേബിളിൻ്റെ ഈ സർഫേസിലാണ്. അപ്പോൾ നമുക്ക് ഈ കാണാൻ കഴിയുന്ന പോലെ നമ്മൾ എഡ്ജെല്ലാം നമ്മൾ ഫില്ലർ വെച്ചിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഡ്ജിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നോർമൽ വോൾ പുട്ടിയാണ്. പിന്നെ ഈ പ്ലൈവുഡിൻ്റെ മേലെ നമ്മൾ വുഡ് ഫില്ലർ, ടീ കളർ വുഡ് ഫില്ലർ നമ്മൾ യൂസ് ചെയ്തിട്ട് മൊത്തത്തിലായിട്ടൊന്ന് നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഗ്യാപ്പുകളെല്ലാം ഉണ്ട്. നമ്മൾ ഒരു ഫസ്റ്റ് സാൻഡിങ് കഴിഞ്ഞിട്ട് വീണ്ടും ഫില്ല് ചെയ്യും. കുറച്ചൊരു തിക്ക് കോട്ടിങ്ങിൽ ഫില്ല് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ സൈഡ് കാണാവുന്ന പോലെ ഈ എഡ്ജസ് പ്ലൈവുഡിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ നമ്മൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കട്ടിങ്ങും ഈ സാൻഡിങ് വർക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടോപ്പ് കാണാൻ നല്ലൊരു ഫിനിഷ് ഉണ്ടാവും. അപ്പോൾ ആ വർക്ക് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന് സെക്കൻഡ് കോട്ടും കൊടുക്കും. പിന്നെ അപ്പുറത്തുള്ള ചെറിയ ടേബിൾ വന്നിട്ട് നമുക്ക് മുകളിൽ സ്ക്രൂ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും വർക്കാണ് ഇന്നുള്ളത്. അപ്പോൾ നമുക്ക് വർക്കിലോട്ട് പോകാം. പാക്കേജുണ്ട്. ബോഷിന്റെ സാൻഡ് പേപ്പർ, നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന സാൻഡ് പേപ്പറിന് പകരം ആമസോണിൽ കുറച്ച് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാൻഡ് പേപ്പർ കിട്ടിയും. സാൻഡിങ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മൾ ഈ സൈഡെല്ലാം സീൽ ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ ഡയറക്റ്റ് ഇതിൻ്റെ മുകളിൽ പോളിഷ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിന് ഫസ്റ്റ് കോട്ട് കൊടുത്തു. അപ്പോൾ ചെറിയൊരു തെറ്റ് പറ്റി. നമ്മൾ സൈഡിൽ കൊടുത്ത് ഈ പുട്ടി വോൾ പുട്ടി കൊടുക്കുമ്പം ഈ സ്ക്രൂവിൻ്റെ ഹോളിലും അത് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം.